ഇതിന്റെ മറവിൽ പ്രൊജക്ട് അവസാനിപ്പിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് ശരിയായ സമീപനമായിരിക്കില്ല. ഇതാണ് സംഭവം. ദേശാഭിമാനിയാണ്. അതാണ് ചോദിച്ചത്. നമസ്കാരം. ഭൂമി ഉരുണ്ടതാണ് എന്ന് ഇനിയും പറയാം. കാരണം ഒരു സംശയമില്ല, ഉരുണ്ടത് തന്നെയാണ്. ഇന്ത്യയിലെ വിവിധ മുഖ്യമന്ത്രിമാർ എന്തൊക്കെ ഒഫീഷ്യൽ കാര്യങ്ങൾ ചെയ്യാറുണ്ട്? എത്ര മുഖ്യമന്ത്രിമാർ വായനാശാലകൾ, ക്ലബ്ബുകൾ, ബ്യൂട്ടി സലൂണുകൾ, തിരുമൽ കേന്ദ്രങ്ങൾ ഇത്യാദികളുടെ ഉദ്ഘാടനത്തിന് തിരക്കിട്ടെത്താറുണ്ട്? എത്ര മുഖ്യമന്ത്രിമാർ സ്വന്തം പദവി മറന്ന് പ്രോട്ടോകോൾ ലംഘിച്ച് ഇമാതിരി കാര്യങ്ങൾക്ക് ഇറങ്ങി ഓടാറുണ്ട്? ആരുമുണ്ടാകില്ല. കാരണം അവർക്ക് ഒരു മുഖ്യമന്ത്രിയുടേതായ തിരക്കുകളും പരിമിതികളുമുണ്ട്. കേരളത്തിൽ എത്ര മുഖ്യമന്ത്രിമാർ ഇങ്ങനെ മുമ്പ് ക്വാറികളിലെ പാറ പൊട്ടിക്കൽ ചടങ്ങ് വെടിമരുന്നിന് തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്? ഒരാളുണ്ട്, തലയിൽ ഹെൽമറ്റൊക്കെ വെച്ച് വെടിപൊട്ടിച്ച പിണറായി വിജയൻ. അന്ന് പിണറായി വിജയൻ പൊട്ടിച്ച ആ തിമിരിലെ വെടി ചെന്ന് കൊണ്ടത് വയനാട്ടിൻ്റെ നെഞ്ചത്ത് തന്നെയാണ്. അന്നേ പ്രതിപക്ഷം പറഞ്ഞതാണ് പാറ പൊട്ടിക്കൽ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് മുഖ്യമന്ത്രിയോ ഒരു ഉളുപ്പുമില്ലേ എന്ന്. ആ പാറ പൊട്ടിക്കൽ വയനാട്ടിൻ്റെ ചുവട്ടിലായിരുന്നു. കക്കാടും പൊയ്കയിൽ നിന്നൊരു തുരങ്കം വയനാട്ടിലേക്ക് തുറക്കാനായിരുന്നു ശ്രമം. മേപ്പാടി ചുരൽമലയിലെ ഒരു ദുരന്തത്തിൻ്റെ കണ്ണുനീർ ഇന്നും തോർന്നിട്ടില്ല. കേരളം കണ്ട ഏറ്റവും ദാരുണമായ വിപത്തിനെ മുൻനിർത്തി പണം പിരിക്കാൻ മുന്നിൽ നിന്ന ഇടത് CPM സർക്കാർ തന്നെ തനിക്കൊട്ടും ആരോഗ്യമില്ലെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന വയനാട്ടിൽ പാറ പൊട്ടിച്ച് കാണിച്ചു കൊടുത്തു. അതിൻ്റെ ഫലം തന്നെയാണ് കള്ളാടി ദുരന്തം എന്നതിൽ ഒരു സംശയമില്ല. അന്ന് ഈ 2000 കോടി രൂപയുടെ പദ്ധതിക്ക് വേണ്ടി, അതിൽ 1500 കോടി രൂപയുടെ തുരങ്ക പദ്ധതിക്ക് വേണ്ടി മുറവിളി കൂട്ടിയ CPM ഇന്ന് പറയുന്നത് കേട്ടിട്ട് രോമാഞ്ച കഞ്ചുകം വരുന്നു. ഇതിന്റെ മറവിൽ പ്രൊജക്ട് അവസാനിപ്പിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് ശരിയായ സമീപനമായിരിക്കില്ല. എന്നാൽ ഇപ്പോഴത്തെ തന്നെ പ്രൊജക്റ്റ് ഇന്നത്തെ പോലെ തന്നെ തുടരണം എന്നുള്ളതല്ല ഞങ്ങൾ പറയുന്നത്. നല്ല പരിശോധന, ആവശ്യമായ എല്ലാ തരത്തിലുള്ള പരിശോധനയും നടത്തി ഫലപ്രദമായി കാലാവസ്ഥ മാറുന്ന സാഹചര്യമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആവശ്യമായ മുൻകരുതലോടുകൂടി കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ. കേട്ടില്ലേ? ഇടത് സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി എന്നൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലുമൊക്കെ വിളിച്ചു പറഞ്ഞ ആ പാർട്ടി ഇപ്പോഴിതാ മലക്കം പറഞ്ഞിരിക്കുന്നു. സംശയിക്കേണ്ട, ഇതാണിപ്പോൾ CPM. തുരങ്കത്തിൽ മാത്രമല്ല, വിഴിഞ്ഞത്തും ദേശീയപാതയിലും എയർ കേരളയിലുമൊക്കെ കിടന്ന് മലക്കം മറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 10 വർഷം കൊട്ടിഘോഷിച്ചതൊക്കെ ഇന്ന് എതിർക്കുന്ന CPM. വെള്ളം കുടിക്കുന്നത് പാർട്ടി പത്രം ദേശാഭിമാനിക്കാരാണ്. ഒരു പദ്ധതിയെപ്പറ്റി നീട്ടി എഴുതും, ഇത് ഞങ്ങളുടെ കാലത്തെ സുവർണ സാക്ഷാത്കാരമാണ് എന്നൊക്കെ. തൊട്ടടുത്ത ആഴ്ച മുതൽ അതിനെതിരെ മുഖപ്രസംഗം വരെ എഴുതി അച്ചടിക്കേണ്ട ഗതികേട്. രാജ്യത്ത് വേറെ എവിടെയുണ്ട് ഈ ഒരു ദുർവിധി? ഇതാണ് സംഭവം. ദേശാഭിമാനിയാണ്. ഓഹരി കൈമാറ്റം നടത്തിയില്ലെന്ന്. അതാണ് ചോദിച്ചത്. അദ്ദേഹം അദ്ദേഹം ഇതുവരെ വിചാരിച്ചിരുന്നത് ഓഹരി കൈമാറ്റം നടന്നു എന്നാണ്. എന്നോടുള്ള ചോദ്യം, ഓഹരി കൈമാറ്റം നടന്നില്ല സ്നേഹിത, നടന്നില്ല. നടക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ പോകണം. ഒന്ന്, നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിക് പോയിൻ്റാണിത്, അതവർ പരിശോധിക്കണം. മിനിസ്ട്രി ഓഫ് ഷിപ്പിങ്ങിൽ പോകണം, അവരുടെ ഇത് കിട്ടണം. ഇതെല്ലാം പരിശോധിച്ചിട്ട് വേണം. ഞങ്ങളുടെ മുമ്പിലുള്ള എന്താണ് കാര്യം? കൺസെഷൻ എഗ്രിമെൻറ്റിൽ അവരുടെ ഷെയർ അവർക്ക് കൊടുക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. ഞങ്ങൾ എന്തിനാണ് അപ്രൂവൽ കൊടുക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിക്കാൻ പാടില്ലല്ലോ. ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ്, നമ്മളാണ് ഓണർ, നമ്മുടെ താല്പര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടണം. അല്ലാതെയുള്ള എന്തെങ്കിലും ഇതിലുണ്ടോ, ഇതിൻ്റെ ട്രാൻസ്ഫറിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം, നമ്മൾ പരിശോധിക്കണം. മാത്രമല്ല, ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും ഇവർ വന്നാൽ, ഗുണമാണോ ദോഷമാണോ, അതിനാണ് എംപവേർഡ് കമ്മിറ്റിക്ക് അത് പഠിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇനി അവർ പഠിച്ചു വന്നാലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സാങ്ഷനും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കുകയുള്ളൂ.